ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടിട്ടുള്ളൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ ഒന്നിനല്ല, 2 മാസം കൊണ്ട് ഞങ്ങളുടെ ചാനൽ ഇത്ര ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യമേ വിചാരിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു വീഡിയോ ചെയ്യുക, അങ്ങനെയുള്ള ചെയ്താൽ മതി ലോങ് ആയിട്ട്. അന്നേരം കുറേ അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും ഇതേപോലെ ഫോഴ്സിലൊക്കെ കയറാൻ വേണ്ടി നടക്കുന്നത്. അപ്പം ഫിസിക്കലായിട്ട് ചെറുതായിട്ടെങ്കിലും ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണിത്. റണ്ണിങ്ങിനാണ്, അല്ലാണ്ട് മറ്റേ ചെസ്റ്റിൻ്റെ വല്ല ചിന്നപ്പിൻ്റെ ഒന്നല്ല. റണ്ണിങ് സംബന്ധമായിട്ടുള്ളൊരു ടിപ്പാണ്. വേണ്ട രീതിയിൽ എടുക്കാൻ വേണ്ടവർക്ക്, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളായിട്ട് ആരെയും പിടിച്ചിരുത്തുന്നൊന്നുമില്ല. ഫോഴ്സിലൊക്കെ കയറാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ചാൽ കണ്ടാൽ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമ്പനിക്കാരും അതേപോലെ ഇവിടെയുള്ള 2-3 ആളുണ്ട്, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തരും, അവർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ റണ്ണിങ്ങിന് വെച്ചാൽ 1600 മീറ്റർ ഉണ്ടാകുക. അതിപ്പോൾ നമ്മൾ 5 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിക്കയറണം. അപ്പോൾ ഒരു 300-350 ആൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 10 ആൾ അതിൻ്റെ ഉള്ളിൽ ഓടിക്കയറണമെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാമിന വേണം, അല്ലെങ്കിൽ കഴിവ് വേണം. സ്റ്റാമിന എന്തായാലും വേണം, കഴിവും അതേപോലെ തന്നെ ഇടിച്ചിടാനുള്ള കുറച്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാനൊക്കെ ഓടിയെന്ന് വെച്ചാൽ 4 ട്രാക്ക് ഉണ്ടെങ്കിൽ 4 ട്രാക്കിൻ്റെ പുറമെ കൂടെ ഉള്ള ട്രാക്ക് കൂടെ ഓടിയതാണ്. ഇപ്പോൾ മാക്സിമം 1, 2, 3 ട്രാക്കിലേക്ക് ഓടാൻ ആളുണ്ടാകുക. 4ാമത്തെ ട്രാക്ക് കൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റഷ് അങ്ങ് ഒഴിവായി കിട്ടും. അത് നമുക്ക് സ്റ്റെപ്പ് ഇട്ടത് ഒരേ രീതിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 1ാമത്തെ റൗണ്ട് കഴിയുന്നേരം തന്നെ കുറച്ച് സ്റ്റാമിന ഉള്ള ആളെ ഉണ്ടാവും നമ്മളോട് ഓടാൻ. അത്രയും ഡെഡിക്കേഷനൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഓടി അതേപോലെ തന്നെ വരുന്ന ടീമൊക്കെ ഉണ്ടാകുക. അപ്പോൾ മെല്ലെ ആര് പോകുന്നോ, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ലെ 5ൻ്റെ ഉള്ളിൽ ആര് പോകുന്നോ ഓരോ സ്റ്റെപ്പ് ഇട്ടിട്ട് അതേപോലെ പിടിക്കുക. അതും 4ാമത്തെ ട്രാക്ക് അല്ലെ 3ാമത്തെ ട്രാക്ക് പിടിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ 1ാമത്തെ ട്രാക്കിലേക്ക് ഓടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കൂല. അവിടെ ഇടിച്ചിട്ട് അവിടെ നിലത്ത് വീണ് പോകണ്ടാവും. ഞാൻ ഫസ്റ്റ് 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് 150 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 249ാമത്തെ ആളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ വേറെ ഒരു 50 കൂടി വന്നു. 300 ആൾ ഓടിയാൽ ഞാൻ ഒരു 8ാം സ്ഥാനം 9ാം സ്ഥാനം വന്നിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ 4ാമത്തെ ട്രാക്ക് കൂടെ സ്റ്റെപ്പ് ഇട്ടിട്ട് ഓടിയതാണ്. അതെനിക്ക് ഞാൻ പഠിക്കുന്ന ടൈമിൽ കുറച്ച് സ്പോർട്സിലൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റാമിനേൻ്റെ കാര്യത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അന്നേരം എന്തായാലും ഓടി കയറുന്ന എനിക്കറിയാനും. പക്ഷേ അഥവാ തടഞ്ഞ് വിൽക്കുകയോ മറിഞ്ഞ് വിൽക്കുകയോ അങ്ങനെ തട്ടി ഇടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം എന്ന് എനിക്ക് ആദ്യം മനസ്സിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് അതേപോലെ നല്ല രീതിയിൽ തന്നെ സ്റ്റാമിനയൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കണം. അത് വേറെ കാര്യം. രാവിലെ തന്നെ എണീച്ച് ഓടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക വെച്ചാൽ ഇതേപോലെ ചെയ്തിട്ട് എന്തായാലും ഉപകാരമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഫിസിക്കലിൽ ഫസ്റ്റ് നമുക്കുണ്ടായ ഹൈറ്റാണ്. ഹൈറ്റ് 166 സെൻറ്റിമീറ്ററിൻ്റെ മേലെ വേണം, അല്ല 168. അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും ആളിൻ്റെ റഷ് നോക്കിയിട്ട്. പിന്നെ ചിന്നപ്പാണ് വേണ്ടത്, പിന്നെ ബാലൻസിങ്, പിന്നെ ചെസ്റ്റ്, പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല വേറെ. ഇപ്പോൾ എന്താണെന്ന് എനിക്കും അങ്ങനെ കറക്റ്റ് അറിയില്ല. ഞാനിപ്പോൾ 10-12 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ കയറിയിട്ട്. എൻ്റെ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആർമിയിൽ കയറുക. ഞാൻ +2 പഠിക്കുന്നവരെ കയറിയാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ സ്റ്റാമിനേൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേരിങ്ങനെ നടക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം. അപ്പം നിങ്ങളൊക്കെ സ്വപ്നങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഫോഴ്സിലോ അല്ലെ ഫിസിക്കൽ കാര്യങ്ങളോ എല്ലാം പാസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ സന്തോഷം ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും കിട്ടട്ടെ. വീഡിയോ കാണുന്നവർക്കാണെച്ചാലും അല്ലാത്തവരായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.